C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ വഴക്കാണോ? തന്ത്രപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇറങ്ങിയിരിക്കുക. എനിക്കിവരുടെ വേല മനസ്സിലാവില്ലേ? എത്ര നാളെ ഞാനിവരെ കാണുന്നു. തുളസിമോൾ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ആദ്യമോന്റെ ആ നോട്ടം കണ്ടപ്പോഴേ സത്യത്തിന് ഞാനങ്ങ് വിറച്ചു പോയി. അപ്പോ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് ഉണ്ടായില്ലെന്നാണോ പറയുന്നേ? എന്താ, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവണമെന്നാണോ നിങ്ങൾക്ക് നിർബന്ധം? അയ്യോ, അങ്ങനെയല്ല തുളസിമോളെ. ഓ, അപ്പൊ നിങ്ങൾക്ക് എന്നെ മോളേന്നൊക്കെ വിളിക്കാൻ അറിയാം. നമ്മളൊക്കെ തമ്മിലുണ്ടായ വഴക്കും പിണക്കും ഒക്കെ ഒരു പിണക്കമാണോ മോളെ? ഇതാണോ നിങ്ങളുടെ മണിയറ മുറി? അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും ബെഡ്റൂം ഇതാണോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തേ, ഈ ബെഡ്റൂം മാറണോ? അയ്യോ, അല്ലല്ല. നിങ്ങൾ രണ്ടുപേരും സ്നേഹപൂർവ്വം വഴക്കും പിണക്കവും ഒന്നും ഇല്ലാതെ ജീവിച്ച് കണ്ടാ മതി. എനിക്കതൊക്കെ സന്തോഷം. പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഒരേ ബെഡ്റൂമിൽ തന്നെയാണോ അന്തി ഉറങ്ങുന്നത്? മറ്റുള്ള മനുഷ്യരെല്ലാം വെറും വെട്ടികളാണെന്ന് ദയവായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ എന്തിനായി ഇവിടെ വന്നിരിക്കുന്നതെന്നും എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടതെന്നും എനിക്ക് നിങ്ങളുടെ മുഖം നോക്കിയാൽ അറിയാം. തുളസി, തുളസി, തുളസി. നീ ഉറങ്ങിപ്പോയോ? തുളസി, ഇനിയും ഈ വിവാഹ ജീവിതം ഇങ്ങനെ തുടർന്നാൽ അനർത്ഥങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും. എല്ലാ ആപത്തുകളും അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടിയുടെ ഭർത്താവായിരിക്കും. ഭർത്താവിന് മരണം വരെ സംഭവിക്കാമെന്നാണ് ജാതകവിധി. എന്താ തുളസി? എന്തു തുളസി? എന്താ പറ്റിയേ? എന്തിനാ നീ ഒച്ച വെച്ചേ? കള്ളനോ? എന്താ എന്താ മോനെ? മോളെ, മോളെ, എന്താ? കള്ളന്മാര്. എവിടെ? കള്ളന്മാരോ? കള്ളന്മാര് നമ്മുടെ വീട്ടിൽ കയറിയിട്ടുണ്ട്. എവിടെ തുളസി? ആദ്യയുടെ റൂമില്. എന്റെ റൂമില്? അമ്മേ, ഞാൻ നോക്കിട്ട് വരാം. ഇല്ല മോനെ, പോവല്ലേ, പോവല്ലേ. അവരുടെ കയ്യിൽ കത്തിയുണ്ട്, അവര് കൊല്ലും. പോവല്ലേ, നിന്നെ കണ്ട അവര് കൊല്ലും. നീ എന്റെ സ്വപ്നം കണ്ടാണോ? മോളെ, നീ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നോ? അതെ, ഓരോന്ന് ആലോചിച്ച് ആദ്യം പിടിച്ച് കിടന്നിട്ടാ നീ സ്വപ്നമൊക്കെ കാണുന്നേ. സാരമില്ല, ഒന്നുമില്ല, കിടന്നോ. എന്റെ മോള് പേടിക്കണ്ട.
തുളസി, നീ പേടിക്കണ്ട. ഇവിടെ ഒരു കള്ളനും കയറിയിട്ടില്ല. എന്നെ ആരും ഒന്നും ചെയ്യയില്ല. നീ ഉറങ്ങാൻ നോക്ക്. മോള് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങിക്കോ. എന്റെ കുഞ്ഞിനൊന്നും പറ്റില്ല. ഒന്നും പേടിക്കണ്ട. ഉറങ്ങിക്കോ. കിടന്നു. എന്റെ മോനെ ഞാൻ കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയോ? ഓ, അതാണോ? എടോ, അവനിന്ന് വരും. താനിക്കൊന്ന് ആഹാരം കഴിച്ച്. അവൻ വന്നാലേ ഞാൻ കഴിക്കൂ. എടോ, അവൻ പോയിരിക്കുന്ന അന്യ വീട്ടിലേക്കൊന്നും അല്ലല്ലോ, അവന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ? ആ, അതാ എനിക്ക് പേടി. എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാ. വിവാഹം കഴിഞ്ഞാ പിന്നെ ഭാര്യയോടൊപ്പം ഇരിക്കാനാണ് ഏത് ഭർത്താവും ആഗ്രഹിക്കുക. ദേ, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കും. ഞാൻ എങ്ങനെയാ? ഓഫീസ് വിട്ട വീട്, വീട് വിട്ട ഓഫീസ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പിന്നെ ഏത് സമയത്തും പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നിരവധി അസ്വസ്ഥതകളുമുണ്ട്. താനും ഞാനും തമ്മിൽ സൗന്ദര്യപ്പിണക്കങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനെപ്പറ്റി വഴക്കും ഉണ്ടാവാറുണ്ട്. എന്നുവെച്ച് താൻ എന്റെ അടുത്ത് വരാതിരുന്നിട്ടുണ്ടോ? ഞാൻ തന്റെ അടുത്ത് വരാതിരുന്നിട്ടുണ്ടോ? അതുപോലെ അവനും, അവന്റെ ഭാര്യയും താനും തമ്മിൽ ശത്രുതയിലാണ്. എന്നുവെച്ച് അവന്റെ ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുമോ? എടോ, ഒരമ്മ എന്ന നിലയ്ക്ക് മോനെ ഏതു നേരവും കാണണമെന്നുണ്ടെങ്കിലേ താനും ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവണം. എവിടെ, അതിന് താനൊരിക്കലും തയ്യാറല്ലല്ലോ. ഓ, ഇങ്ങനെ മകനെ കാണാതെ വിഷമിച്ചൊക്കെ ഇരിക്കേണ്ടി വരും. ഇതിന് മറുപടി പറഞ്ഞാലേ ഞാനും പ്രസാദേട്ടനും തമ്മിൽ വലിയ വഴക്കാവും. വഴക്കാളി എന്നുള്ള ദുഷ്പേരാണല്ലോ എനിക്കുള്ളത്. രണ്ട് കൈകളും കൊണ്ട് കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലം ഞാനങ്ങ് ക്ഷമിക്കുക. എടോ, നാം വന്ന് ഭക്ഷണം കഴിക്കുക. വാ. എന്റെ മകൻ വരാതെ ഞാൻ ജലപാനം പോലും ചെയ്യില്ല. ദുർഗാ, ഹലോ അച്ഛാ. ആ, അത് നീ എവിടെയാ? ഞാനിവിടെ തുളസിയുടെ വീട്ടിലുണ്ട്. അതെ, ഇവിടെ നിന്റെ അമ്മ നിന്നെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുക. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ആ, കുറച്ച് വിഷമിക്കട്ടെ. കയ്യിലിരിപ്പ് അങ്ങനത്തെ ആണല്ലോ. എടാ, അമ്മ ആഹാരമൊന്നും കഴിച്ചിട്ടില്ലാന്ന്. നീ വന്നിട്ടേ ജലപാനം പോലും ഉള്ളൂ എന്നാണ് പറയുന്നത്. നീ ഒന്ന് വേഗം വന്നേ. അച്ഛാ, ഞാൻ അങ്ങോട്ടില്ല. അവിടെ ആണെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനമില്ല. അങ്ങനെയൊന്നും പറയരുത്. നീ വന്നേ പറ്റൂ. അച്ഛൻ പറഞ്ഞോണ്ട് ഞാൻ വരാം. പക്ഷെ എന്റെ നേരെ വഴക്കിനെങ്ങാനും വന്ന ആ നിമിഷം ഞാൻ തിരികെ വരും. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ വേഗം വാ. ശരി. എടോ, അവനിപ്പോ വരും. താൻ എഴുന്നേറ്റെ വാ, വന്ന് കഴിക്കേ. അവൻ വരട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. ദുർഗാ, എഴുന്നേക്ക് വന്നേ. ഇല്ല, ഒന്നും പറഞ്ഞില്ലേ? എടോ, താൻ വന്നേ. വിളമ്പി വെച്ചിരിക്കുക. വാ. അവൻ കൺമുമ്പിൽ വന്ന് നിന്നപ്പോ അവനോട് ദേഷ്യം. എന്ത് സ്വഭാവമാണോ ഇത്? ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും? എനിക്കാകെയുള്ള എന്റെ മകൻ എന്നെ വേണ്ട, ഭാര്യ മതി. ഏത് നേരവും ഭാര്യ വീട്ടിലാ. ഞാൻ ഭാര്യ വീട്ടിലായതിന്റെ ഉത്തരവാദി അമ്മ തന്നെയാ. അമ്മയുടെ ദുർവാശി. ഞാൻ എന്ത് ദുർവാശി കാണിച്ചു? അമ്മ ജീവിതത്തിൽ ഉടനീളം കാണിക്കുന്നതേ വാശിയും വൈരാഗ്യമാണ്.
ആരോടെങ്കിലും ഒരാളോട് അമ്മയ്ക്ക് വൈരാഗ്യം തോന്നിയാ അവരെ നശിപ്പിച്ചേ അമ്മ അടങ്ങും. ആദി, നീ നിന്റെ അമ്മയോട് മത്സരിക്കാൻ വരരുത്. ഞാൻ എന്റെ അമ്മയോട് എന്ത് മത്സരിക്കാൻ? അമ്മേ, ഇതാരും തമ്മിലുള്ള മത്സരമൊന്നുമല്ല, ഇതൊരു ജീവിതം. അമ്മയ്ക്ക് എല്ലാവരോടും മത്സരം. തുളസിയോട് മത്സരം, അച്ഛനോട് മത്സരം, എന്നോട് മത്സരം. അമ്മേ, അമ്മയുടെ നിഴലിനോടാണ് യുദ്ധം ചെയ്യുന്നതെന്ന് അമ്മ മനസ്സിലാക്കുന്നില്ല. ഡാ, നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനോ ഉപദേശിക്കാനോ ഒന്നും വരണ്ട. അമ്മയെ പഠിപ്പിച്ചു കളയുന്ന മണ്ടത്തരമൊന്നും എനിക്കില്ല. പ്രസാദേട്ടൻ കേട്ടില്ലേ ഇവനീ പറയുന്നേ? ഇവനെ കാണാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ, ആഹാരം പോലും കഴിക്കാതെ. അവൻ കയറി വന്നതും എന്റെ വിശപ്പ് മാറി. അതാ ഞാൻ പറഞ്ഞു വന്നത്, അമ്മ പട്ടിണി ഇരിക്കുന്ന പോലെ അമ്മയുടെ കടമ്പിടുത്തം കൊണ്ടാണെന്ന്. അമ്മേ, അവിടെ വന്ന് എന്നെ വിളിച്ചപ്പോ തുളസിയും കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര സന്തോഷത്തോടെ ഇവിടെ വരുമായിരുന്നു. തുളസിയെ ദേവമംഗലത്തേക്ക് ക്ഷണിക്കണമെങ്കിലേ ഈ ദുർഗ 10 ജന്മം ജനിക്കേണ്ടി വരും. ഈ ജന്മത്തന്നെ അമ്മയ്ക്ക് തുളസി ഇവിടേക്ക് വിളിക്കേണ്ടി വരും, അതിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ കാര്യം പറയുമ്പോ തന്നെ ഞാൻ ദേഷ്യം കൊണ്ട് അടിമുടി വേർക്കുക, പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നത്. തുളസി ഇവിടെ തന്നെ വന്ന് ജീവിക്കും, അതിന് യാതൊരു തർക്കവും ഇല്ല. അമ്മ മതി, വേണ്ട വേണ്ട വേണ്ട. അതെന്താ നിനക്ക് അവനെ വിളിച്ച്? അവൻ നിന്റെ ശത്രുവൊന്നും അല്ലല്ലോ. നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവല്ലേ? നീ തന്നെ വിളിക്ക്. അമ്മ ഒന്ന് വിളിക്കമ്മേ. ഞാൻ വിളിക്കില്ല തുളസി. എനിക്കിപ്പോ അവനെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നുമില്ല. അതുള്ളതേ നിനക്കാ. നീ തന്നെ വിളിക്ക്. അമ്മേ, അവൻ എവിടെ എത്തിയോന്നൊന്ന് അറിഞ്ഞാ മതി. ഈ കാര്യം നിനക്ക് ചെയ്താൽ എന്താന്നാ ഞാൻ ചോദിക്കുന്നേ. ഭർത്താവിന്റെ കാര്യം അന്വേഷിക്കേണ്ടത് ഭാര്യയല്ലേ? നിനക്ക് അവനെ കുറിച്ച് ഓർത്ത് ടെൻഷനുണ്ട്. നിന്നെ വളർത്തിയ അമ്മയാ ഞാൻ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഓടി വരാൻ പറഞ്ഞാൽ വരാൻ പറ്റുന്ന സ്ഥലത്തേക്കൊന്നും അല്ല ഞാനീ പോകുന്നത്. അതുകൊണ്ടേ ഇവിടെ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ? ഓ, അത് ശരിയാണല്ലോ അല്ലേ. തന്റെ ആജന്മശത്രു ഇവിടെ ഇല്ലല്ലോ. പ്രസാദേട്ടനെ പ്രധാനപ്പെട്ട ഏതോ ഒരു കാര്യത്തിന് പോവുക. അതിനിടയ്ക്ക് നീ ആ യന്ത്രങ്ങളുടെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാവണ്ട. ആ, അത് ന്യായം. എന്നാലും എടോ ഒരു ടെൻഷൻ. ആദ്യം ഇവിടെ ഉണ്ടല്ലോ. ആ, താൻ ഇനി അവനോട് അതും ഇതും പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം ആ പരട്ട തള്ളവിടെ ഉണ്ട്. അവരാണെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുന്നുമില്ല. ആ പാവം കെട്ടിയവനെ തല്ലിക്കൊന്ന് വല്ല സെപ്റ്റി ടാങ്കിലിട്ട് മൂടിയിട്ടാണോ ഈ നടപ്പ് നടക്കുന്നതെന്തോ. എന്തോ ഈ പറയുന്നേ? അല്ല, പറഞ്ഞു പോയതാ, പറയാതിരിക്കാൻ പറ്റില്ല. അതേടാ, ചിലപ്പോ ഞാൻ 2 കൊലപാതകം നടത്തിയേക്കും. ഒന്ന് നിന്നെ, മറ്റൊന്ന് ആ തുളസിയെ. ആ കിളവി അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുത്തുക. എന്തൊരു ശല്യമാണ്. അല്ല, അപ്പച്ചി ഇവിടെ നിൽക്കുന്നതിന് പ്രസാദേട്ടൻ എന്താ? ആ, അത് തന്നെ. എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. അട്ടിമുട്ടി വിഷമാണ് ആ സ്ത്രീ. എന്തായാലും പ്രസാദേട്ടന്റെ പെങ്ങളുടെ അത്രയില്ല. ദുർഗ, പ്രസാദേട്ടൻ ഇറങ്ങാൻ നോക്ക്. അവനൊരു പോക്ക് പോയി. ഈ തക്കം നോക്കി ഇവിടെ ചില പദ്ധതികൾ നടപ്പാക്കണം. ദുർഗേ, ആ അപ്പച്ചി, അവനെവിടെ പോയതാ? ഒഫീഷ്യലാ, നാളെ വരും. ആ, അതെന്തായാലും നല്ല കാര്യ. അവനില്ലാത്ത ഈ സമയത്ത് നമുക്ക് ഇവിടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാനുണ്ട് ദുർഗേ. എന്താ അപ്പച്ചി? അപ്പച്ചി എന്തിനാ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നത്? ഇപ്പൊ എല്ലാം ഒളിച്ചിരുന്ന് കേൾക്കാൻ ആ നശിച്ചവൾ ഇവിടെ ഇല്ലല്ലോ. അവൾ ഏതു പാതാളത്തിലെങ്കിലും പോയി നശിക്കട്ടെ. ആ കാര്യം തന്നെയാ ഞാൻ പറയാൻ വന്നത്. അപ്പച്ചി പറ. അതായത് പ്രസാദ് മർക്കടമുഷ്ടി പിടിച്ചതുകൊണ്ടാണ് ആദിയെ നീ തുളസിയുടെ അടുത്തേക്ക് വിട്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതൊരു മണ്ടത്തരമായി പോയപ്പച്ചി. ആ, മണ്ടത്തരം കാണിച്ചിട്ട് പിന്നെ കൈയും കാലും ഇട്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ, അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു.
ഇനി അതോർത്തിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഇനിയുള്ള കാര്യം ബുദ്ധിപൂർവം ചെയ്യണം. ഇനി എന്താ വേണ്ടെന്ന് അപ്പച്ചി ഇങ്ങോട്ട് പറയേ. ഒരു കാരണവശാലും ഇനി ആദി തുളസിയുടെ വീട്ടിലേക്ക് പോവരുത്, പോകാൻ അനുവാദം കൊടുക്കരുത്. ഇല്ലപ്പച്ചി. അവനെ ഇനി അവരുടെ കസ്റ്റഡിയിലേക്ക് വിടുന്നത് നമുക്ക് ആപത്താണ്. അവനെ അവര് നിന്നിൽ നിന്ന് അകറ്റി അവരുടെ ചൊൽപ്പടിയിലാക്കും. എനിക്കതറിയാം അപ്പച്ചി. വളരെ തന്ത്രപരമായി അവനെ ഇവിടെ പിടിച്ചു നിർത്തണം. അവനെ ഒരു തരത്തിൽ ആ വഴിയിലേക്ക് അയക്കരുത്. അത് ഞാൻ ആലോചിച്ച് തീരുമാനിച്ചതാ അപ്പച്ചി. ഞാൻ അവനെ ഇനി വിടില്ല. ആ, വിടാതിരുന്നാ നിനക്ക് നല്ലത്. ദുർഗെ, പിന്നെ മറ്റൊരു കാര്യം. ആദിയും തുളസിയും തമ്മിൽ എന്തോ ഒരകൽച്ചയുണ്ടെന്ന് സുലു പറഞ്ഞല്ലോ. അത് സത്യമാണോ എന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്തണം. ശരി അപ്പച്ചി. ഇപ്പോഴാണെങ്കിൽ ഇവിടെ പ്രസാദേട്ടനുമില്ല. ഈ അവസരം നമുക്ക് അതിനായിട്ട് വിനിയോഗിക്കണം. മോളെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അവനൊന്നും പറ്റില്ല, അവനിങ് വരും. അതല്ലമ്മേ, അവൻ ഒരിക്കലും ഫോൺ കയ്യിൽ നിന്ന് മാറ്റാത്തവനാ. മാത്രമല്ല, കോൾ വന്നാൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ തിരിച്ചു വിളിക്കുകയും ചെയ്യും. നീ ഏതായാലും സമാധാനത്തോടെ നിൽക്ക്. ഒരു സമാധാനവും ഇല്ലമ്മേ. എനിക്കെന്തോ വല്ലാതൊക്കെ തോന്നുന്നു. അവനെന്തോ പറ്റിയ പോലെ എനിക്ക് തോന്നുന്നു. അരുതാത്തതൊന്നും പറയല്ലേ മോളെ. ഞാൻ അവനെ പ്രസവിച്ച അവന്റെ അമ്മയാ. അത് നിനക്കറിയില്ല. ഏതായാലും ഞാൻ അവനെന്ന് വിളിക്കട്ടെ. എന്താ പ്രിയ? ചേട്ടന് എവിടെയാ? ഞാൻ ടൗണിലാണ്, ഡ്യൂട്ടിയില്. എന്താ ചേട്ടാ? ആദ്യം മുറി ഇവിടുന്ന് പോയിട്ട് ഒരു വിവരവും ഇല്ല. ഫോൺ ചെയ്തിട്ട് എടുക്കോ തിരിച്ചു വിളിക്കോ ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ വരാറില്ലല്ലോ. അവന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആണോ? അതെ, സ്വിച്ച് ഓഫാ. ആദ്യം മോന്റെ വിവരം ഒന്നും അറിയാഞ്ഞിട്ട് മോളിവിടെ വല്ലാതെ വിഷമിച്ചിരിക്കുക. അവളോട് വിഷമിക്കണ്ടെന്ന് പറ. അവൻ വല്ല കൂട്ടുകാരെ കാണാനോ മറ്റോ പോയ വഴിക്ക് ഫോൺ വെച്ച് മറന്നു കാണും. ആദ്യമോൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന് ഇവളുടെ ഭയം. അവൻ എന്ത് പറ്റാനാ? തുളസിമോൾ നിന്റെ അടുത്തുണ്ടോ? ഉണ്ട്. ആ, നീ അവൾക്ക് ഒന്ന് ഫോൺ കൊടുക്ക. ഉണ്ട്. അച്ഛൻ ഇവരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ആദ്യമോന്റെ കാര്യം ഇപ്പൊ എങ്ങനെ അറിയും? ഒരു മര്യാദയില്ലാത്ത പോലീസുകാരനവൻ. അയാളെ ഇങ്ങനെ ഫൂളാക്കണം. ചത്തുകിടന്ന് വിളിയാണല്ലോ. എന്തോന്നാ ഇത്ര അത്യാവശ്യമായിട്ട്? ആദ്യേട്ടന് അവിടെ വേണം. അതന്നെ അവരുടെ അത്യാവശ്യം. യൂസ്ലെസ്സുകൾ. പോലീസുകാരൻ വിളിച്ച് മരിക്കട്ടെ. അവരിങ്ങനെ ടെൻഷൻ അടിക്കുന്നതേ എനിക്കൊരു ഹരവാ. ഈ റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോ ചക്രവർത്തി നീറോ കിന്നരം വായിച്ചെന്നോ വീണ വായിച്ചെന്നോ ഒക്കെ കേട്ടിട്ടുണ്ട്. ആ ചക്രവർത്തിയെ പോലെയാ ഈ ദുർഗ. ആകെ ടെൻഷനായല്ലോ. ആദ്യമോന്റെ കാര്യം ഇപ്പൊ എങ്ങനെ അറിയാ? ഒന്നുകൂടി ആദ്യം വിളിച്ചു നോക്കാം.
ഛേ, എന്ത് ചെയ്യും? ദേവമംഗലത്ത് നിന്ന് അന്വേഷിക്കാന്ന് വെച്ചാ ആ ദുർഗേശിയുമായിട്ടൊരു വഴക്കുണ്ടാക്കണം. പോലീസുകാരൻ നിർത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഹാ, പെരുവഴിയിൽ നിന്നായിരിക്കും ഈ വിളിയൊക്കെ വിളിക്കുന്നത്. മടുക്കില്ലേ? ദുർഗേച്ചി ഇനി ഇങ്ങോട്ടെങ്ങാനും കയറി വരുവോ? വന്നാലേ പപ്പടവും പഴവും പായസവും കൂട്ടി ആ സിറ്റ് ഔട്ടിൽ വെച്ച് എന്റെ വക ഒരു സദ്യ. എന്റെ ദൈവമേ, ഇത്തവണത്തെ കോമഡി അവാർഡ് മിക്കവാറും ദുർഗേച്ചിക്ക് തന്നെയായിരിക്കും. മതി മതി. ഈ ആദിമോനെ ആ പ്രിയയുടെ വീട്ടിലേക്ക് വിട്ടത് തന്നെ ദുർഗയ്ക്ക് പറ്റിയ ഒരു പിടിപ്പുകേടാ. ആ, അപ്പച്ചി ഇപ്പൊ പറഞ്ഞത് ഒരു വാസ്തവം തന്നെയാ. എന്ന് വെച്ചാ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതൊക്കെ വാസ്തവമല്ലെന്നല്ലേ നീ ഉദ്ദേശിച്ചത്? ഓ, എന്റെ പൊന്നപ്പച്ചി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഇത് നോക്ക് ദുർഗേച്ചി, എന്ത് പറഞ്ഞാലും എന്നോട് ഉടക്കം വരുവാണല്ലോ. അല്ല, അപ്പച്ചിയും സുലുവും തമ്മിൽ മൂന്നാള് വല്ലോ ആണോ? ഏത് നേരവും എന്ത് പറഞ്ഞാലും ഉടക്കാം. ഓ, ഞങ്ങളുടെ ഉടക്കേ ഈ ചട്ടിയും കലവും പോലെ തട്ടിമുട്ടിയിരിക്കുക അല്ലേ അപ്പച്ചി? ദേ, കർശനമായിട്ട് ആദിയെ വിലക്കണമായിരുന്നു. പ്രസാദിനെ പേടിച്ച് നീ ആദിയെ ആ വീട്ടിലേക്ക് വിട്ടത് മണ്ടത്തരം ആയില്ലേ? അതെ, മാമൂസ് പറഞ്ഞത് കറക്റ്റാ. ആദ്യ ഏട്ടനും അവളും തമ്മിൽ ഇടപെടാൻ ഇതൊരു അവസരമായില്ലേ? ആ, അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഇനി എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ മകനെ അങ്ങോട്ട് വിടില്ല. ഹാ, ഈ ആൺമക്കളെ വരുതിയിൽ നിർത്താനേ ഒരു കൗശലമൊക്കെ വേണം. എനിക്ക് ആൺമക്കളില്ലാതെ പോയി, ഇല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നേനെ. അയ്യോ, എന്റെ ശിവനേ, അപ്പച്ചിക്ക് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നെങ്കിലത്തെ സ്ഥിതി ഞാൻ ആലോചിക്കുക. എന്താടി എന്റെ സ്ഥിതിക്ക് കുഴപ്പം? അല്ല, അപ്പച്ചിയും അപ്പച്ചിയുടെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണും തമ്മിലുള്ള മാമാങ്കം ഞാനൊന്ന് ഓർത്തു പോവായിരുന്നു. എന്നെ കൊണ്ടതും എന്റെ ദേവി, എന്റെ ആദിക്കൊന്നും വരുത്തില്ലേ. അവനെ കാത്തുരക്ഷിക്കണേ. എല്ലാ ആപത്തുകളിൽ നിന്നും അവനെ ഒഴിവാക്കി രക്ഷിക്കണേ. അമ്മയാണല്ലോ. അമ്മ. മോളെ, അതെ, നീ പേടിച്ചതുപോലെ ഒന്നുമില്ല. ദേ, ആദിമോൻ എന്റെ അടുത്ത് നിൽപ്പുണ്ട്. മോളെ, അതെ, ഫോൺ ഞാൻ അവന് കൊടുക്കാം. തുളസി, തുളസി, ഞാൻ വിളിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? എടി, നീ എന്തോന്നും മിണ്ടാത്തത്? നിനക്ക് എന്തു പറ്റി? നീ എന്റെ കാര്യത്തിൽ വല്ലാതെ പേടിക്കുന്നുണ്ട്. എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷനും. അമ്മേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ അവൾ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നതിന്റെ കാരണമെന്ന്? ഞാൻ ഒരു തെറ്റും അവളോട് ചെയ്തിട്ടില്ല. ഒരു കാര്യം പറഞ്ഞ് പിണങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാ അവൾക്ക് എന്നോട് ഈ അകൽച്ച? എന്തിനാ വഴക്ക്? പിണങ്ങാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതിന് തക്ക ഒരു കാരണം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അവള് തുറന്നൊന്നും പറയുന്നില്ലല്ലോ മോനെ. ഒന്നും പറയുന്നില്ല, എല്ലാം മനസ്സിലടക്കിയിട്ടോണെങ്കിൽ നടക്കുക. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞാലല്ലേ നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ. ഇതൊന്നും പറയുന്നില്ല. അവളുടെ പ്രശ്നം എന്താന്ന് അമ്മയ്ക്കറിയോ? എനിക്കറിയില്ല മോനെ. എനിക്കും മനസ്സിലായിട്ടില്ല. എന്നെ കാണാഞ്ഞിട്ട് അവൾക്ക് ടെൻഷൻ, എന്നെ കാണുമ്പോൾ അവൾക്ക് അകൽച്ചയും. എന്താ ഇവളുടെ മനസ്സിലിരിപ്പ്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദുർഗേച്ചി എന്നോട് പറഞ്ഞത് മോളെ വിളിച്ചോണ്ട് വേഗം അങ്ങോട്ട് ചെല്ലാൻ. അതെ, ദുർഗേച്ചിയുടെ ആ പഴയ മുരട്ട് സ്വഭാവമേ മാറിയിരിക്കുക.
എന്തോ കാലിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതെന്താ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നേ? വേഗം പോയി റെഡിയായിക്കേ. ഞാനൊന്നുമില്ല. ഞാൻ ഇനി ദേവമംഗലത്തേക്കില്ല. നീ എന്താ മോളെ ഈ പറയുന്നേ? ഞാൻ എന്റെ കാര്യം അമ്മേ പറഞ്ഞത്. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. മോളെ അമ്മ എന്നെ നിർബന്ധിക്കല്ലേ. എന്താ മോളെ നീ പറയുന്നത്? നീ അങ്ങോട്ട് പോകാതിരുന്ന പിന്നെ എങ്ങനെയാ? പിന്നെ നീ ജീവിക്കേണ്ടത് എവിടെയാ? മോളെ, അത് നിന്റെ ഭർത്താവിന്റെ വീടാ. ഇനി മുതൽ നീ അവിടുത്തെ പെണ്ണാ. ഇനി മുതൽ നീയാ ആ കുടുംബത്തെ നോക്കേണ്ടത്. ഇത്രയും നാൾ ആകെ പ്രശ്നങ്ങളായിരുന്നു. ദുർഗേച്ചി ഒന്നിനും അനുവദിച്ചില്ല, ഒരു സ്വസ്ഥതയും തന്നില്ല. ഇപ്പൊ അവരുടെ ആ സ്വഭാവം എല്ലാം മാറിയ മട്ടാ. അവരാ മോളെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെട്ടത്. ദുർഗേച്ചി സ്റ്റെയർ കേസിൽ നിന്ന് വീണ് കാലിന് പരിക്ക് പറ്റിയിരിക്കുക. അല്ലെങ്കിൽ ദുർഗേച്ചി തന്നെ ഇങ്ങോട്ട് വരുമായിരുന്നു. മോളെ, നീ ഒന്ന് വേഗം റെഡി ആയിക്കേ. ഞാൻ വരുന്നില്ല അമ്മേ. മോളെ തുളസി, നീ ദേവമംഗലത്തെ ആദിത്യന്റെ ഭാര്യയാ, അത് മറക്കരുത്. അമ്മേ, ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം. നിന്റെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ തുറന്നു പറയുമ്പോ ഇങ്ങനെ ചങ്കനിട്ട് ചവിട്ടരുത്. ഇനി അമ്മയല്ല വേറെ ആര് നിർബന്ധിച്ചാലും ഞാൻ ഇനി ദേവമംഗലത്തേക്കില്ല. മോളെ, അതെ, എടാ തുളസി എന്താ വരാത്തത്? അവൾക്ക് അവിടെ നിന്ന് ഇവിടെ വരാൻ ഇത്രയും സമയം വേണോ? തുളസി വരുമേ? വരൂന്ന് പറയുന്നതല്ലാതെ വരുന്നില്ലല്ലോ. കാലിന് വേദനയുള്ളതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ കൂടെ പോയാന്. ഞാൻ പ്രിയയോട് പറഞ്ഞും വിട്ടു. എന്നിട്ടും അവള് വരാതിരിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. അമ്മേ, സമയം ഇത്രയും വൈകില്ലേ? ചിലപ്പോ അവൾ ഉറങ്ങിക്കാണുമായിരിക്കും. തുളസി ഇവിടെ വെച്ച് എനിക്ക് അറിയാവുന്നതല്ലേ, അവൾ ഇത്ര നേരത്തെ ഒന്നും ഉറങ്ങാറൊന്നുമില്ല. എന്നാ പിന്നെ അവള് നാളെ വരുമായിരിക്കും. ഇത് തുളസി. ഓ, തുളസിക്ക് വേണ്ടിയാണോ രാജീവ് സാർ എന്നോട് റെക്കമെൻഡ് ചെയ്തത്? അതെ. തുളസിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ സർ. സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. സർ, വെരി ഗുഡ്. താങ്ക് യു സർ. ഈ കമ്പനിയെ കുറിച്ച് എല്ലാം അറിയാലോ? അറിയാം സർ. തുളസി ബ്രില്യന്റ് ആണ്. അതുകൊണ്ട് ഇന്റർവ്യൂ എന്ന ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. താങ്ക് യു സർ. കൊച്ചി ബ്രാഞ്ചിലും ചെന്നൈ ബ്രാഞ്ചിലുമാണ് നിലവിൽ ഒഴിവുകളുള്ളത്. തുളസിക്ക് കൊച്ചി ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യാം. സർ, എന്താ? എനിക്ക് ചെന്നൈ ബ്രാഞ്ചിലേക്ക് തന്നിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അതെന്താ? കൊച്ചി ബ്രാഞ്ചല്ലേ അടുത്ത്? അല്ല, അതല്ല, ചെന്നൈ ബ്രാഞ്ചാ എനിക്കിഷ്ടം. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ചെന്നൈ ബ്രാഞ്ച് ആവുമ്പോ 2 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യേണ്ടി വരും. ഓ, ജോയിൻ ചെയ്യാം സർ. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ മെയിൽ ചെയ്യാം. വെയിറ്റ്. താങ്ക് യു സർ.
ഡയാന ഒന്നിങ്ങോട്ട് വരും. മുടങ്ങിപ്പോയ ആ ചടങ്ങ് പൂർത്തിയാക്കാനാ സ്വാമി ഞങ്ങൾ വന്നിരിക്കുന്നത്. സന്തോഷമായി, നന്നായി. എന്നാ രണ്ടുപേരും തിരുനടയിലേക്ക് വന്നോളൂ. ആ ചടങ്ങ് പൂർത്തിയാക്കാനല്ല സ്വാമി ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്റെ സീമന്തരേഖയിൽ കുങ്കുമം തൊടുവിക്കാനല്ല ഞാൻ ആദ്യം കൊണ്ടിപ്പോ വന്നിരിക്കുന്നത്. പിന്നെ ആദ്യ തൊട്ട് തന്ന എന്റെ സീമന്തരേഖയിലെ സിന്ദൂരം ശിവപാർവതിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ ആദ്യം തുടച്ചു നീക്കണം. തുളസി, എന്താ കുട്ടി പറയുന്നത്? സീമന്ത സിന്ദൂരം തിരുനടയിൽ വെച്ച് തുടച്ചു കളയണമെന്നോ? നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു, അവനാൽ നീ ഭാര്യയായിരിക്കുന്നു എന്നതിന് ദൈവം തരുന്ന അനുഗ്രഹമാണ് സീമന്ത സിന്ദൂരം. അത് ഭർത്താവിനെ കൊണ്ട് തന്നെ തുടച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. അത് തുടച്ചു മാറ്റിയേ പറ്റൂ. ആദ്യം തന്നെ അത് ചെയ്യണം. എന്തിന്? എനിക്ക് ആദിത്യന്റെ ഭാര്യയെ തുടരാൻ താല്പര്യമില്ല. തുളസി, ഇതെന്റെ തീരുമാനോ? ഈ തീരുമാനത്തിന് മാറ്റമില്ല. തുടച്ചുതാ, തുടച്ചു തരാൻ. നമ്മൾ തമ്മിലുള്ള വിവാഹ ബന്ധം ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കണം. അവസാനിച്ചിരിക്കണം. കുട്ടി എന്ത് അവിവേകമാണ് ഈ പറയുന്നത്? ഇത് അവിവേകമല്ല സ്വാമി, വളരെ വിവേകത്തോടെ എടുത്ത തീരുമാനം. തുടച്ചുതാ, തുടച്ചു തരാൻ. നീ എന്തൊക്കെ പറയുന്നത്? തുടരുതന്നെ. ഇതൊരു ചടങ്ങാ. ഈ തിരുനടയിൽ വെച്ച് തന്നെ അത് നടക്കണം. തുടച്ചുതാ, സീമന്തി സിന്ദൂരം തുടച്ചുതാ, നിന്റെ കൈകൊണ്ട് തന്നെ. തുടച്ചുതരാം. നിന്നോട് ആരാ പറഞ്ഞ മുറിക്കകത്ത് കയറി വാതിലടക്കാൻ? അത് ശരി, ഇതെന്റെ ഭർത്താവിന്റെ ബെഡ്റൂം അല്ലേ? നിന്നോട് ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യേട്ടൻ നിന്റെ ഭർത്താവല്ല, നീയുമായിട്ടൊരു ബന്ധമില്ലെന്ന്. ആദ്യേട്ടൻ എന്റെ ഭാവി ഭർത്താവാ.
എന്റെ പൊന്നു മോളെ തുളസി, ഞാൻ യാതൊരു ദുരുദ്ദേശത്തോടും കൂടി അല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ആ, ദുർഗേച്ചി പറഞ്ഞിട്ട് വന്നതാ. എന്നെ ദുർഗേച്ചി അവിടെ ഇരുത്തുന്നില്ല. ഒത്തിരി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. എന്താ കാര്യം? മോളെന്താ ദേവമംഗലത്തേക്ക് വരാത്തെ? അവിടെ ദുർഗേച്ചിയും ആദിമോനും തുളസി മോളുടെ വരവും കാത്തിരിക്കുക. ആതിരയെ കൊണ്ട് ആദ്യെ കെട്ടിക്കണോന്നായിരുന്നു ദുർഗേച്ചിയുടെ വാശി. സത്യം പറഞ്ഞു കഴിഞ്ഞാ അക്കാര്യത്തില് ദുർഗേച്ചി കുറേ നിരപരാധിയാ. ആ മംഗള അപ്പച്ചി ഒറ്റ ഒരാളാ ഇതിനൊക്കെ കാരണക്കാരി. അതൊക്കെ പോട്ടെ, 2 പ്രാവശ്യം കല്യാണം നടത്താൻ ശ്രമിച്ചിട്ടും അത് നടന്നോ? ഇല്ലല്ലോ. ആ, അപ്പൊ സാക്ഷാൽ ജഗദീശ്വരൻ ആദിക്ക് കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് തുളസി മോള് തന്നെയാ. അതാ അതിന്റെ സത്യം. ഹാ, ഇത്തിരി വൈകിട്ടാണെങ്കിൽ ദുർഗേച്ചി അത് മനസ്സിലാക്കിയല്ലോ. അതാ ഇപ്പൊ തുളസി മോളെ തിരിച്ചു വിളിക്കുന്നത്. തുളസി മോളില്ലാതെ ഇനി ദുർഗേച്ചിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.